ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം മോർണിംഗ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു 6 മണിയായപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വിൻഡോസും ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടലാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ രാവിലത്തെ ഫ്രഷ് എയർ എന്താ പറയുക വീട്ടിലേക്ക് കയറാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാമത് കാലാവസ്ഥ നല്ല തണുപ്പാണ്, അതിൻ്റെ കൂടെ നമ്മളെ അടുക്കള ഭാഗത്ത് ഭയങ്കര തണുപ്പാണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ അടുക്കള ഭാഗത്ത് കുറച്ച് ദൂരോട്ടാണ് ഒരു പുഴയുണ്ട്. ആ പുഴയിൽ നിന്ന് എന്താ പറയുക നല്ല തണുത്ത കാറ്റ് വരും കേട്ടോ. അത് വേനൽ സമയത്താണെങ്കിലും നമ്മളെ അടുക്കള ഭാഗത്ത് നല്ല തണുപ്പാണ് കേട്ടോ. നല്ല ചൂട് സമയത്താണെങ്കിലും മഴച്ചക്കത്തെ കാറ്റൊക്കെ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കലാണ് കേട്ടോ. എനിക്ക് ഉമ്മാക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചായ കുടിക്കുന്നത് ഞാൻ ഒറ്റക്കാണ് കേട്ടോ, ഉമ്മയില്ല. അങ്ങനെ രാവിലെ നമുക്ക് എന്ത് പണിയെടുക്കാനും എന്താ പറയുക ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവില്ല. ഒന്നാമത് നമ്മളെ പ്രകൃതി സൈലൻ്റാണ്, നമ്മളെ വീടും സൈലൻ്റാണ്. ആ സമയത്ത് നമുക്ക് എല്ലാ എന്താ പറയുക ജോലിയും ചെയ്യാൻ ഭയങ്കര എനർജിയും സമാധാനമൊക്കെ ഉണ്ടാവും. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചായ കുടിക്കലാണ് കേട്ടോ. ചായക്കിന്ന് കേക്കാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഇന്നലെ ഡിസംബർ 31 ആയി കേട്ടോ. അപ്പോൾ അതിൻ്റെ വക ഹാപ്പി ന്യൂ ഇയറിൻ്റെ വക ഞാൻ നല്ലൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക ഫ്രിഡ്ജിൽ ഇരിക്കുന്നതോറും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കുട്ടികളെ പോലെ തന്നെ എനിക്കും ഈ കേക്കും അതുപോലെ ചോക്ലേറ്റും മധുരമൊക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മധുരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ കേക്കും ചായയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അപ്പാടും ആ പാത്രം ഒന്ന് കൈവെക്കലാണ്. നമ്മൾ രാവിലെ ആയാലും ഏത് ടൈമായാലും കിച്ചണിൽ എന്ത് പണിയെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ പാത്രം അപ്പം തന്നെ കഴിയുകയാണെങ്കിൽ നമ്മളെ കൗണ്ടർ ടോപ്പും കിച്ചണൊക്കെ നല്ല നീറ്റായിരിക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരു അയൽവാസിയോ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തിനും നമ്മളെ മക്കൾ തന്നെ എണീച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അവർ നമ്മളെ തിരക്ക് വരുന്നത് കിച്ചണിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളെ കിച്ചണ് എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ വെളിച്ചിട്ടിട്ടല്ല അവർ എണീച്ച് വരുമ്പോൾ തന്നെ കാണുക. ഈ ഒരു അലങ്കോലം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അപ്പാടും ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ കിച്ചണ് നല്ല നീറ്റായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ പൊട്ടാറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മളെ ബീഫും ചിക്കൻ്റെ എല്ലാം അതേ ടേസ്റ്റുള്ള ഒരു കറിയാണ്. പൊട്ടാറ്റോ എന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു 3-4 ചെറിയ പൊട്ടാറ്റോയും ഒരു സവാളയും ഒരു തക്കാളിയും 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുക. പൊട്ടാറ്റോ പെട്ടെന്ന് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലിട്ട് കൊടുക്കുന്നത്. അതിൽ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മറ്റായിട്ട് നമ്മൾ ബീഫ് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ബീഫ് മസാല അല്ല ചിക്കൻ മസാല അല്ല ഗരം മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിട്ടിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. പൊട്ടാറ്റോ വേവുന്ന അത് ഒരു വിസിലാണെങ്കിൽ 1 വിസിൽ, 2 വിസിലാണെങ്കിൽ 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു അരപ്പ് വേണം. കുറച്ച് തേങ്ങയും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ പൊട്ടാറ്റോ വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് എന്താ പറയുക കടുക് പൊട്ടിച്ച് തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകെല്ലാം ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ദോശൻ്റെ കൂടിയും നമ്മളെ കണ്ണൂർക്കാരുടെ ഒറോട്ടിൻ്റെ കൂടിയും എന്തിനും നിങ്ങളെ എന്താ പറയുക കണ്ണൂരല്ലാത്തവരെ പത്തിരി ഉണ്ടാവില്ല, അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും പൊട്ടാറ്റോ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മളെ ഏത് അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒറോട്ടിൻ്റെ കൂടെ ആയാലും പത്തിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ എന്താ പറയുക കഴിക്കാനായിട്ട് ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ കണ്ണൂർക്കാരുടെ ദേശീയ എന്താ പറയുക പ്രാധാന്യം തന്നെ പറയേണ്ടി വരും. നമ്മൾ ഒറോട്ടി ഇല്ലാത്ത ജീവിതമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒറോട്ടിക്കുള്ള അരിയൊക്കെ അരച്ച് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് എപ്പോഴും എന്താ പറയുക അരക്കാൻ ഉപയോഗിച്ച ജാറും കറി വേവിക്കാൻ ഉപയോഗിച്ച കുക്കറൊക്കെ ഞാനൊന്ന് കൈ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കൈ വെച്ചാൽ എല്ലാ പണിയും കഴിയുമ്പോഴൊക്കെ പിന്നെ ഈ പാത്രം നോക്കിയിട്ട് നടുവേർപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കൈ വെക്കട്ടെ.
നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മളെ പണി പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ നല്ല എനർജി ഉണ്ടാകും കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക, നമ്മളൊരു 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം നമ്മളെ ബോഡി നല്ല എനർജി ആയിട്ട് എടുക്കും കേട്ടോ. നമ്മളെ മൈൻഡ് ആയിക്കോട്ടെ, നമ്മളെ ബോഡി ആയിക്കോട്ടെ, നല്ല പവറായിരിക്കും. നമ്മൾ ഒരു ഉച്ചയാകുമ്പോഴൊക്കെല്ലാം നമ്മളൊരു ഉച്ച സമയം, ഒരു ഊണിൻ്റെ സമയമാകുമ്പോഴൊക്കെ നമ്മൾ എന്തായാലും ടയർഡാവും. എത്ര എനർജി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് പണി കാണുമ്പോൾ അത് പിന്നെ ചെയ്യാം, അയ്യോ പണിയുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ചിന്ത വരും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പരമാവധി ആണെങ്കിൽ നേരത്തെ എണീക്കുക. അതുപോലെ നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കിച്ചണിലുള്ള പണിയൊക്കെ തീർക്കുക കേട്ടോ. കിച്ചണിലുള്ള ഫുഡ് ഉണ്ടാക്കലും കിച്ചൺ ക്ലീനിങ്ങാണ് നമ്മളെ പെണ്ണുങ്ങന്മാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പണി. അതങ്ങ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, 3/4 ഭാഗം പണിയും കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പിന്നെ ഒന്ന് വീട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനേ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യൽ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ പണിയും ഉണ്ടാവില്ല കേട്ടോ. എന്താ പറയുക, എനിക്ക് ഉമ്മ കൂടെ ഉണ്ട്. അപ്പോൾ ഉമ്മ അത്യാവശ്യം പണിയെല്ലാം എടുക്കും കേട്ടോ. വീഡിയോസ് എടുക്കുമ്പോൾ അതുപോലെ എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാമാണ് ഞാനിങ്ങനെ ഒറ്റക്ക് പണിയെടുക്കണം കേട്ടോ. അല്ലാത്ത ടൈം ഉമ്മ ചോറും കറി ആയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ ഉമ്മ ചെയ്യും. അതുകൊണ്ട് എനിക്കങ്ങനെ എപ്പോഴും പണി ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെയാണ് കേട്ടോ പണി തീർക്കൽ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കറിയെല്ലാം ആയിട്ടുണ്ട്. അതിന് മോളെ എണീപ്പിച്ച് അവളെ ഒന്ന് കുളിച്ച് ഫ്രഷാക്കി ഡ്രസ്സ് മാറിയിട്ട് സ്കൂൾ അയക്കലാണ് അതിന് അടുത്ത ടാസ്ക് കേട്ടോ. അതൊരു ബമ്പ ടാസ്ക് തന്നെ. മക്കളെ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ്. അതുപോലെ രാവിലെ എണീച്ച് കിട്ടാനും കുറച്ച് പാടാണ്. എന്താണെന്ന് വിചാരിച്ചാൽ തണുപ്പല്ല, അപ്പോൾ ഉറങ്ങാൻ ഭയങ്കര എന്താ പറയുക, ആർക്കാലും ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയല്ല. പക്ഷേ അവൾ എണീച്ച് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ടാകുമ്പില്ല, അവൾക്ക് പിന്നെ സ്കൂളിൽ പോകാൻ തിരക്കാകും കേട്ടോ. അങ്ങനെയാണ് ഇവളെ പ്രകൃതി. അങ്ങനെ അവളെ കുളിച്ച് ഫ്രഷാക്കി ഡ്രസ്സെല്ലാം മാറി പിന്നെ എല്ലാം സ്കൂളിൽ പോകേണ്ട എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഫുഡ് കൊടുക്കലാണ്. ഇപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനാണ് ഇവർക്ക് പാട്. രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ ഫോണൊക്കെ കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫോൺ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടാണ് അവൾ ആ ഫോണിലേക്ക് തന്നെ നോക്കിയിട്ട് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ അവൾക്ക് ഫോണും കൊടുത്ത് ഫുഡും കൊടുത്ത് അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കഴിക്കണമെന്ന് വെച്ച് ഫോണും കൊടുത്ത് ഫുഡും കൊടുത്തിട്ടുണ്ട്. ഫോണിൽ എന്താ പറയുക, കിഡ്സ് യൂട്യൂബിൽ വീഡിയോസ് കാണാൻ വിടും. അല്ലാത്ത നമ്മൾ യൂട്യൂബ് വേറെ കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കി കൊടുക്കില്ല കേട്ടോ. അവളെ കിഡ്സ് യൂട്യൂബ് കയറ്റിയിട്ട് അതിലുള്ള കഥയും പാട്ടും അങ്ങനെയൊക്കെ കാണാൻ വിടും. അതുകൊണ്ട് അവൾ അതും കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കലാണ്. ആ സമയത്ത് ഞാൻ പഴംപൊരി ഉണ്ടാക്കലാണ് കേട്ടോ. അവൾക്ക് സ്കൂളിലേക്ക് സ്നാക്കിനും കൊടുക്കാം, നമുക്ക് വൈകുന്നേരത്തേക്ക് ആയിരുന്നുള്ളതിൻ്റെ അകത്ത് പഴംപൊരി ഉണ്ടാക്കലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ പണി ഇങ്ങനെ ഓരോന്നോരോന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ ചായൻ്റെ ഡിപ്ലേ ആയാൽ വൈകുന്നേരം ഉച്ച ഉറക്കൊക്കെ കഴിഞ്ഞാൽ നനയ്ക്കുമ്പോൾ ഭയങ്കര ആവശ്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കടിയൊന്നും ഇല്ലെങ്കിൽ ഉച്ച ഉറക്കെല്ലാം കഴിഞ്ഞ് നനയ്ക്കുമ്പോൾ ആകെ മൂടൊപ്പായിരിക്കും. എന്താണ് ഇപ്പോൾ കടി ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കണ്ടേ, അങ്ങനെയുള്ള ചിന്തയായിരിക്കും കേട്ടോ. ഞാൻ പരമാവധി ഓരോ ദിവസം ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവൾ ടിഫിൻ ബോക്സ് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മോർണിംഗിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. അവരവർക്ക് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അവരവർക്ക് ഇങ്ങനെ എന്താ പറയുക, ടീച്ചേഴ്സ് ഇങ്ങനെ വാശി കൂട്ടിയിട്ടുള്ള കഴിപ്പിച്ചിനെങ്കിലേ കഴിക്കൂ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും സ്നാക്കൊക്കെ കൊടുക്കും. അതുകൊണ്ട് അത് കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമാണ്. കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. കൊടുത്ത ഫുള്ളായിട്ട് കഴിക്കില്ല എന്നേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ ഇവർക്ക് ഭയങ്കര മടിയാണ്. അതുപോലെ അവളെ ഫുഡ് കഴിപ്പിക്കാൻ നമുക്കും നല്ല പാടാണ്. ബാക്കി എല്ലാ കാര്യത്തിലും മോളെ ഓക്കെയാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ ഫുഡ് ഫുള്ളായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. അവൾ ബാക്കി വെച്ചിനെ ആ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവളെ ലഞ്ചൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. അവർക്ക് എക്സാമാണ് കേട്ടോ. എല്ലാവർക്കും വെക്കേഷനാണ്, അവർക്ക് എക്സാമാണ്. ഇപ്പോൾ അവരുടെ സ്കൂളാണെങ്കിലും വേഗം ഓപ്പൺ ആവുകയും ചെയ്തിരുന്നു കേട്ടോ. ഹാഫ് ഇയറിൻ്റെ എക്സാമൊക്കെ CBSE ആയതുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. ഇത് മന്തിൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ അത് വെക്കേഷന് ശേഷമാണ് നടക്കുന്നത്. അതുകൊണ്ട് വെക്കേഷൻ്റെ ടൈമൊന്നും അവർക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല കേട്ടോ. അവർക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് കുഴപ്പമുണ്ട്. ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാണ് കളിക്കുന്നുണ്ട്, എക്സാമെല്ലാം വരാൻ പോകുന്നത്, പഠിക്കണ്ടേ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മനസ്സിലുള്ളത് അവരോട് നമ്മൾ പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. അവർക്കും വലിയ വെക്കേഷനിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. എന്താ പറയുക,
പറയുക, സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബസ്സാമല്ലേ എന്നുള്ളൊരു ചിന്ത മക്കളെ മനസ്സിലും ഉണ്ടാവും. അങ്ങനെ അവൾ ബസ് വരുന്നുണ്ട്, അവൾ പോക്കാണ്. ഇന്ന് ബസ് കുറച്ച് ലൈറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, അവൾ പോയി കഴിഞ്ഞാലില്ല ഞാൻ കുറച്ച് സമയം ഒന്ന് ഇരിക്കും. ചിലപ്പോൾ ആ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കും കേട്ടോ. സിറ്റൗട്ടിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ടാൻ്റെ ഫുഡ് കഴിക്കലാണെങ്കിലും വീട് ക്ലീനാക്കലാണെങ്കിലും എല്ലാം കുറച്ച് സമയം ഒന്ന് ഇരിക്കും കേട്ടോ. എന്നപ്പോൾ ഇങ്ങനെ മക്കൾ പോയിട്ടാകുമ്പോൾ ഒന്ന് ഇരുന്ന് എന്താ പറയുക, നെടുവീർപ്പിടാന്നെല്ലാം പറയുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.